പുനഃസംഘടനയുടെ കാര്യം എന്തായി? ഈ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി. ഇപ്പോൾ KPCC പ്രസിഡന്റിനെ നിങ്ങൾ KPCC പ്രസിഡന്റ് ACC അല്ലേ തീരുമാനം? അല്ലല്ല, തീരുമാനം എടുക്കുന്നത് കേരളത്തിലെ പുനഃസംഘടന KPCC പ്രസിഡന്റ് മുതൽ മുകളിലോട്ട് പുനഃസംഘടന AICCയുടെ ചുമതലയാണ്. മറ്റു പുനഃസംഘടനകൾ നടത്തേണ്ടത് കേരളത്തിലെ നേതൃത്വം ഒന്നിച്ചിരുന്ന് അവർ നിർദ്ദേശങ്ങൾ തന്നാൽ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു കമ്മിറ്റി ഉണ്ട്, DCC പ്രസിഡന്റുമാരുണ്ട്, അവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ പേരെ പുനഃസംഘടിപ്പിക്കുന്നതിന് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നടപ്പാക്കപ്പെടും. അതിനൊരു സമയപരിധിയൊന്നുമില്ല. മുമ്പുണ്ടാവും. അല്ല, അതൊരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ്, സുരേഷ് ഗോപിയുടെ അല്ല. ഒരു കേന്ദ്രമന്ത്രി, നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് ആലപ്പുഴയിൽ എയിംസ് വേണം. അപ്പോൾ അത് സ്വാഗതാർഹമായ കാര്യമാണെന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയുടെ MP എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കാരണം കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് കേരളത്തിനൊരു എയിംസിന് വേണ്ടി കേരളം കരഞ്ഞു കാത്തിരിക്കുകയാണ്. ഇതുപോലെ വിവേചനം മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്രം നൽകിയിട്ടില്ല. 11 വർഷക്കാലം അവർ എത്ര എയിംസ് കൊടുത്തു? അവിടെയൊന്നും കേരളത്തിന് അവസരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പാർലമെന്റിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നത്തെ ആരോഗ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയുമായ നട്ട മറുപടി പറഞ്ഞിട്ടുണ്ട്, എയിംസ് കേരളത്തിന് അനുവദിച്ചിരിക്കും. പക്ഷെ ഇന്ന് വരെ അനുവദിച്ചില്ല. സത്യത്തിൽ അത് വാഗ്ദാന ലംഘനമാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ആലപ്പുഴയിൽ അനുവദിക്കേണ്ടതാണ്, അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങാൻ പോവാണ്. സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തേണ്ടത്, അദ്ദേഹം മുന്നോട്ട് വന്നാൽ അതിന് എല്ലാ പിന്തുണയും ഞങ്ങളെല്ലാം കൊടുക്കും. അവിടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമുണ്ട്, അത് നടത്തട്ടെ. നമുക്ക് കേരളത്തിൽ എവിടെയായാലും എയിംസ് വേണം. ആലപ്പുഴയിലാണ് എയിംസ് ഉള്ളത്. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ മെനുവിന് അറിയാലോ, പാവപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥലമാണത്. ഒരു സ്ഥലമുണ്ട്. സ്വകാര്യ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ഇല്ലാത്തൊരു ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒറ്റ ജില്ലയാണ്. അപ്പോൾ മെഡിക്കൽ സൗകര്യങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ജില്ലയാണ്. നല്ല കാര്യം, നമ്മളെല്ലാ സഹകരണവും കൊടുക്കും. പബ്ലിക്കായ സ്ഥലമുണ്ട് അവിടെ, ഗവൺമെൻറ് വിചാരിച്ചാൽ തന്നെ സ്ഥലം കൊടുക്കാൻ പറ്റും. അക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് അദ്ദേഹം കൂടുതൽ ശക്തമായിട്ട് ഉന്നയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും